ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ തള്ളി ഇറാൻ. അന്തിമ ധാരണയായിട്ടില്ലെന്നും യുദ്ധം തുടങ്ങിവെച്ചത് ഇസ്രായേലാണ്. ഇസ്രായേൽ അവസാനിപ്പിച്ചാൽ ടെഹ്റാനും തിരിച്ചടി നിർത്തുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗ്ചി വ്യക്തമാക്കി. ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇതാദ്യമായാണ് ഇറാൻ ഔദ്യോഗിക പ്രതികരണം നടത്തുന്നത്. ഇതുവരെയും ഒരു ധാരണയും വെടിനിർത്തലിനോ സൈനിക നടപടികൾ നിർത്തിവെക്കുന്നതിനോ കൈക്കൊണ്ടിട്ടില്ല. ഇറാൻ ജനതയ്ക്ക് നേരെ അന്യായമായി നടത്തിവരുന്ന അക്രമങ്ങൾ ഇസ്രായേൽ ഭരണകൂടം ടെഹ്റാൻ സമയം പുലർച്ചെ 4-ന് അവസാനിപ്പിക്കുമെന്നാണ് കേട്ടത്. അവർ അത് ചെയ്താൽ തിരിച്ചടി തുടരാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. സൈനിക നടപടികൾ നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം പിന്നീട് കൈക്കൊള്ളും. അധിനിവേശത്തിന് ഇസ്രായേലിനെ ശിക്ഷിക്കുന്നതിനുള്ള നടപടികൾ പുലർച്ചെ 4 മണി വരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും അർഗ്ചി സ്ഥിരീകരിച്ചു. അവസാന തുള്ളി രക്തവും രാജ്യത്തെ പ്രതിരോധിക്കാൻ സന്നദ്ധരായ ശത്രുവിന്റെ ഓരോ ആക്രമണത്തെയും അവസാന നിമിഷം വരെയും പ്രതിരോധിച്ച് ധീരരായ സൈനികർക്ക് ഇറാൻ ജനതയ്ക്കൊപ്പം താനും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നുവെന്ന് അർഗ്ചി കൂട്ടിച്ചേർത്തു. പരിപൂർണ വെടിനിർത്തലിന് ഇറാനും ഇസ്രായേലും തമ്മിൽ ധാരണയായെന്നും വെടിനിർത്തൽ 6 മണിക്കൂറിനകം നിലവിൽ വരുമെന്നുമായിരുന്നു ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുറിപ്പ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ 6 മണിക്കൂറിനകം നിലവിൽ വരുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഇതോടെ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം ഔദ്യോഗികമായി അവസാനിക്കും. ഇറാൻ ആദ്യം വെടിനിർത്തും. 12 മണിക്കൂറിന് ശേഷം ഇസ്രായേലും ഇതിൽ പങ്കുചേരും. വെടിനിർത്തൽ സമയത്ത് ഇരു രാജ്യങ്ങളും സമാധാനപരമായും പരസ്പരം ബഹുമാനത്തോടെയുമായിരിക്കും. 12 ദിവസം നീണ്ട യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെടുത്ത ഇരു രാജ്യങ്ങളുടെയും ധൈര്യത്തെയും തീക്ഷ്ണതയെയും താൻ അഭിനന്ദിക്കുന്നുവെന്നും വർഷങ്ങൾ നീണ്ടുപോയേക്കാവുന്ന മധ്യപൂർവേഷ്യയെ തന്നെ നശിപ്പിച്ചേക്കാവുന്ന വലിയ യുദ്ധമാണ് ഇതിലൂടെ അവസാനിക്കുന്നതെന്നും ട്രംപ് കുറിച്ചു. ദൈവം ഇറാനെയും ഇസ്രായേലിനെയും മധ്യപൂർവേഷ്യയും അമേരിക്കയും ലോകത്തെ മുഴുവനായും അനുഗ്രഹിക്കട്ടെ എന്നും ട്രംപിന്റെ കുറിപ്പിൽ പറയുന്നു. ജൂൺ 13-ന് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും മേൽ കനത്ത വ്യോമാക്രമണം നടത്തിയാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന തിരിച്ചടി ഇറാനും നൽകിയതോടെ യുദ്ധം കലുഷിതമായി. ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളുടെ ഇന്ധന നിർമ്മാണശാലകളും ഊർജ്ജ വിതരണ കേന്ദ്രങ്ങളും ഇറാൻ ആക്രമിച്ചു. 8-ാം ദിവസമായ ഞായറാഴ്ച പുലർച്ചെയോടെ US സംഘർഷത്തിൽ ഇടപെട്ടു. ഇറാന്റെ 3 സുപ്രധാന ആണവ കേന്ദ്രങ്ങൾ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ വഴി ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു US ആക്രമണം. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് US സ്ഥിരീകരിച്ച ഈ നടപടിക്ക് തിരിച്ചടിയായി ഖത്തറിലെയും ബാഗ്ദാദിലെയും US വ്യോമത്താവളങ്ങൾ ഇറാൻ ഇന്നലെ രാത്രിയോടെ ആക്രമിച്ചു. ഇതിന് പിന്നാലെയാണ് വെടിനിർത്തൽ ധാരണയെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്.